അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇത് മോൻ്റെ സ്കൗട്ടിൻ്റെ ഡ്രസ്സാട്ടോ, അല്ല ദഫിൻ്റെ, അവന് ദഫിനാണുള്ളത്. ഇപ്പോൾ ഫോട്ടോ എടുത്താണ് പോകുന്നപ്പോൾ. പിന്നെ ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ്. അപ്പോൾ എൻ്റെ ഉപ്പ ഇന്നേക്ക് റബീഉൽ അവ്വൽ 12-നാണ് എൻ്റെ അപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞ്. ഇന്നേക്ക് 12 വർഷമായി എൻ്റെ അപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ ഇന്ന് തലേന്ന് ഇങ്ങനെ നമ്മളെ മദ്രസയിൽ നിന്ന് ഇങ്ങനെ സ്വലാത്ത് റാലി പോകണതാണിത് രാത്രി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ നമ്മളെ പിന്നെ പള്ളിക്കൊന്നും മാർച്ചൊന്നും കൂടെ മറയിണ പള്ളി കുറച്ച് അങ്ങേപ്പുറം കോരങ്ങത്ത് പള്ളി എന്ന് പറയും. അപ്പോൾ അവിടെ പോയിട്ട് സിയാർത്തൊക്കെ ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് വരിക രാത്രി. അതോടുകൂടെ നമ്മൾ റബീഉൽ അവ്വലിൻ്റെ എല്ലാ തുടക്കങ്ങളുമായി ഇന്നൊക്കെയുള്ള അപ്പോൾ സിയാർത്തൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ അങ്ങനെ എടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നമ്മളെ മദ്രസും പള്ളിയൊക്കെ അലങ്കാരപ്പെടുത്തിയതാണ് കേട്ടോ. റബീഉൽ അവ്വലായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമുക്കും കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകം. നമ്മൾ ഈ ദിവസമാകുമ്പോൾ നമ്മൾ എന്തായാലും ഏത് ഓർക്കാത്തവരും നമ്മളെ മുത്തുനബിനെ ഓർക്കാതിരിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ രാത്രിക്ക് ഉള്ള തയ്യാറെടുപ്പ് അതൊക്കെ കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുന്ന് ഇറക്കണം. നമ്മളെ പള്ളി എന്നിട്ടാ ഇത് മറയിണ പള്ളിയല്ല, നമ്മളെ അടുത്തുള്ള നിസ്കരിക്കണ ജുമായത്ത് പള്ളിയാണ് മറയിണ പള്ളി കോരങ്ങത്താട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് എടുത്താണ് രാത്രിക്കത്തായിട്ട് വീഡിയോ ഇട്ടത്. തലേന്ന് രാത്രിയാണ് മദ്രസക്കഥ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കുട്ടികളൊക്കെ നല്ല പാട്ടും കളിയും എല്ലാതും ഉണ്ട്. മൗലൂദ് റാത്തീബൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വിചാരിച്ച മാതിരി കുട്ടികളൊക്കെ എല്ലാതും വിചാരിച്ച് അവരൊക്കെ ഓരോരോ കളിയിലൊക്കെ പങ്കെടുത്തിട്ടും പാട്ടിലൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വിജയിപ്പിച്ച് കൊടുക്കട്ടല്ലേ, ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതെ. അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഒന്ന് ഇങ്ങനെ വെറുതെ പുറത്തേക്കൊന്ന് പോയതാട്ടോ. അപ്പോൾ ആ കൂട്ടായി ഭാഗത്ത് കൂടെ ഒന്ന് പോയപ്പോൾ അവിടെ 2 ഭാഗത്തും ഇങ്ങനെ ഭയങ്കര ലേറ്റാട്ടാ. എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ആ ഭാഗം. റോട്ടിൻ്റെ 2 സൈഡും നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇത്രത്തോളം ഇങ്ങോട്ട് ഭംഗിയിൽ കാണില്ല കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കണ്ണിന് വല്ലാത്തൊരു കുളിർമ. അങ്ങനെ കുറേ ദൂരം ഇട്ടിട്ട് ആ റോഡിൽ 2 സൈഡും ഇങ്ങനെ നമ്മളെ ഭാഗത്തൊന്നും ഇത്രത്തോളം ഉണ്ടാവില്ല. നമ്മളിവിടെ മദ്രസും പള്ളിയൊക്കെ ഒന്ന് അലങ്കരിക്കുക എന്നല്ലാതെ ഇത്രത്തോളം റോഡും ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ അലങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പം ഇങ്ങനെ എടുത്താ കേട്ടോ. എന്തായാലും മുത്തുനബിൻ്റെ സലാത്തും ബർക്കത്തൊക്കെ നമ്മളിൽ എത്തട്ടല്ലേ. അങ്ങനെ നമ്മളെ ഇവിടെ ഈക്കൻ്റെ മദ്രസിൻ്റെ ചെറിയൊരു മദ്രസ് നമ്മൾ നിൽക്കണേൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുട്ടികളും രക്ഷിതാക്കളും കൂടെ പിന്നെ കോരങ്ങത്തേക്ക് അങ്ങോട്ട് വലിയ മദ്രസക്ക് പോകുക കേട്ടോ. രാവിലെ ആ വീഡിയോ ആണ് ഇട്ടത്. എന്നിട്ട് ഇവരവിടെ പോയതിന് ശേഷമാണ് ആ മദ്രസത്തെ എല്ലാവരും കൂടെ പിന്നെ ഘോഷയാത്ര അങ്ങോട്ട് തിരിച്ച് വരും കേട്ടോ. അപ്പോൾ അവർ ഇവിടുന്ന് അങ്ങോട്ട് പോണ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തതാട്ടോ. ഈ മദ്രസ ചെറിയ മദ്രസയാണ് ഇവിടെ, അതിൻ്റെ ബ്രാഞ്ചാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ആദ്യത്തെ കുട്ടികളാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച് ഫ്ലവർ ഷോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി പിന്നെ അവിടുത്തെ കുട്ടികളും ഇവിടുത്തെ കുട്ടികളും കൂടെ ഇനി യോജിച്ചിട്ടാണ് ഇനി വരിക. അപ്പോൾ അവർ പോകണ കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്താട്ടാ. കുട്ടികൾക്കൊക്കെ ഈ ദിവസം ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര ആനന്ദമാണല്ലേ. കുറേ കുട്ടികളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ തന്നെ കുറേ പാടാലേ റോട്ടിൻ്റെ പക്കത്ത്. ചെറിയ കുട്ടികളാട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇന്നത്തെ ദിവസം പിന്നെ ആർക്കും പണിയൊന്നും ഉണ്ടാവില്ല. കാരണം ഭക്ഷണമൊക്കെ രാവിലെ ചായക്കുള്ള പൊറാട്ടയും ബീഫൊക്കെ പള്ളിയിൽ നിന്ന് കൊണ്ടുപോകും. അവിടുത്തെ മൗലൂദും ദുആയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് മദ്രസയിൽ എല്ലാ വീട്ടുകൾക്കും ചോറും ഉണ്ടാവുമല്ലോ. പിന്നെ വേഗം തിരുമ്പലും കുളിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞാണ്ട് വേഗം ഇങ്ങനെ ഘോഷയാത്ര കാണാൻ ഇങ്ങനെ എല്ലാവരും സജീവമായിട്ട് റോട്ടിൻ്റെ അക്കത്ത് ഇങ്ങനെ വന്ന് നിൽക്കലാട്ടോ. നമുക്കത് കുട്ടികളെ ആവേശം കാണാൻ നല്ല രസമല്ലേ.
അതുകൊണ്ട് മഴ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. കുട്ടികൾക്ക് നല്ലപോലെ ഡ്രസ്സിൽ ചളിയാവാതെ അവർക്ക് പരിപാടി പങ്കെടുക്കല്ലേ. മഴ ഉണ്ടെങ്കിൽ അവർ ഇത്രയും പഠിച്ച് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി പോകുമ്പോൾ എത്ര ആയാലും അതൊരു അലങ്കോലമായി മാറും. കഴിഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മഴ. പ്രാവശ്യം ആ ടൈമായപ്പോഴത്തിന് ഒരു വെയിലും വെളിച്ചമൊക്കെ ഉണ്ട്. കുട്ടികളാണെങ്കിൽ അധികം കുട്ടികളുടെ ഡ്രസ്സ് ഒന്നങ്ങനെ പാൻറ്റ് അല്ലെങ്കിൽ ഷർട്ട് എന്തെങ്കിലും ഒന്ന് വെള്ളം ഇല്ലാതിരിക്കില്ല. അപ്പോൾ വൃത്തിക്ക് പോകാനും വരാനൊക്കെ മഴയുടെ വെയിലാകുമ്പോൾ നല്ലതാണ്. പിന്നെ ആ മദ്രസത്തെ പെൺകുട്ടികളൊക്കെ ആ ജാഥ അങ്ങോട്ട് പോയതിൻ്റെ ശേഷം അവർ പിന്നാലെ പോകണ്ടിട്ടാ. ഇതൊക്കെ അവിടെയുള്ള പെൺകുട്ടികളാണ്. അപ്പോൾ ആ മദ്രസക്ക് പോകട്ടാ. വലിയ മദ്രസക്കാണ് അവർ പോണത്. അവിടെ നിന്നാണ് ഇനി ഘോഷയാത്ര പുറപ്പെടട്ടാ. പെൺകുട്ടികൾക്ക് പിന്നെ ജാതി ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ അവിടെ പോയി അവിടെ പതാക ഉയർത്തണതോ മിഠായി വിതരണത്തിലൊക്കെ എടുത്തുകൊണ്ട് അവർ പങ്കെടുത്ത് അവർക്കുള്ള വാങ്ങി അതൊക്കെ കണ്ടാണ് അവിടെ പോരാനാന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ച് വലിയ കുട്ടികൾ ദഫ് കളിക്കാനുള്ള കുട്ടികളാന്ന് തോന്നിട്ട് അവരാരും ഇവിടുന്ന് കളിക്കണില്ല. അവരൊക്കെ പോവുകയാണ്. അവർക്ക് ഇനി കുറേ കളിക്കാനുള്ളതല്ലേ. അപ്പോൾ തന്നെ കളിച്ച് കുഴങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. എല്ലാവരും അതാ നടന്നിങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും അവരതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അവർ കളിക്കണ വീഡിയോ ഇങ്ങനെ കൂടെ പോകുമ്പോൾ ഇനി കളിക്കുമ്പോൾ നമ്മൾ എടുക്കണ്ട കേട്ടോ. കിട്ടണതൊക്കെ നമുക്കിങ്ങനെ ഇന്നത്തെ ദിവസം നല്ല രസമല്ലേ കാണാൻ. നമ്മളിതിനായിട്ട് എല്ലാവരും ഒഴിഞ്ഞിരിക്കുന്ന ദിവസമല്ലേ. നമ്മളെ മുത്ത് നബിൻ്റെ അക്ക് വർക്കത്തുകൊണ്ട് എല്ലാതും നമുക്ക് വിജയിപ്പിച്ചേർത്ത് നമ്മൾ ഹലാലായ ഉദ്ദേശങ്ങൾ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.